ഇന്ന് പി കെ ബുജേറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണ്. ആരാണ് പി കെ ബുജേർ? പി കെ ഫിറോസിന്റെ സഹോദരൻ. എന്ത് കേസിനാണ് അകത്തായിരിക്കുന്നത്? ലഹരിയുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ എന്താണ് ബുജേർ ചെയ്യുന്നത്? പോലീസുമായി അന്വേഷണത്തിൽ സഹകരിക്കുന്നതേയില്ല. ആ ഫോണിന്റെ ലോക്ക് പോലും പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഏതായാലും മൊബൈൽ ഫോൺ പോലീസ് സൈബർ പരിശോധനയ്ക്ക്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. അതിന്റെ ഡാറ്റ അടക്കമുള്ള കാര്യങ്ങൾ കാത്തിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്നു. പ്രോസിക്യൂഷൻ എതിർക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസിനെ ആക്രമിച്ച ഒരു പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിലേക്ക് നൽകുക എന്ന പ്രധാനപ്പെട്ട വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ AK ലതീഷ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേർ പോലീസിനെ ആക്രമിച്ച കേസിൽ ജയിലിലാണ്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. പ്രോസിക്യൂഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബുജേർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ലഹരിയുമായി ബന്ധപ്പെട്ട കേസാണ്. മറ്റൊന്ന്, ഈ പോലീസിനെ ആക്രമിച്ച ഒരു പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ അത് നൽകുന്ന സന്ദേശം അത്ര നല്ലതായിരിക്കില്ല സമൂഹത്തിന് എന്ന വാദവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മനു. ഈ കേസിൽ വാദം കഴിഞ്ഞ ദിവസം കുന്ദമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പൂർത്തിയായതാണ്. ഇന്ന് വിധിയാണ് വരാനുള്ളത്. ആ ഘട്ടത്തിലാണ് മനു സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ അവതരിപ്പിച്ചത്. ഈ കേസിൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ പ്രതിയായ പി കെ ബുജേർ തയ്യാറാകുന്നില്ല. ഒപ്പം ഈ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് തുറന്ന് നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം ഈ കേസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ഒപ്പം പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് പി കെ ബുജേർ റിമാൻഡിൽ കഴിയുന്നത്. ഇത് ഇത്തരമൊരു പ്രതിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും തുടങ്ങിയ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും വിധി ഇന്ന് 11 മണിക്ക് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാസം 2-ാം തീയതിയാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിൻ്റെ സഹോദരൻ പി കെ ബുജേറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് പി കെ ബുജേർ അറസ്റ്റിലാവുന്നതും അദ്ദേഹം റിമാൻഡിൽ കഴിയുന്നതും. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഒരു ലഹരി കേസിൽ റിയാസ് എന്ന് പറയുന്ന പി കെ ബുജേറിൻ്റെ ഒരു സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, കസ്റ്റഡിയിലെടുത്തിരുന്നു. പി കെ ബുജേറിൻ്റെ ഒരു മൊബൈൽ സന്ദേശം, ലഹരി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശം റമീസിൻ്റെ ഫോണിലേക്ക് വരുന്നു. അങ്ങനെയാണ് റമീസുമൊത്ത് പോലീസ് പി കെ ബുജേറിനെ അന്വേഷിച്ച് എത്തുന്നത്. ആ ഘട്ടത്തിൽ പോലീസുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത പി കെ ബുജേർ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത്. പോലീസ് അവിടെ നിന്നും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നു, സ്റ്റേഷനിലെത്തിക്കുന്നു. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു, ഒപ്പം പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ പി കെ ബുജേറിൻ്റെ പേരിൽ കേസുള്ളത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അയച്ചിട്ടുണ്ട്. ഒപ്പം രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പോലീസിനോടും അതേപോലെ തന്നെ പരിശോധിച്ച ഡോക്ടറോടും താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് പി കെ ബുജേർ സമ്മതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്തപരിശോധന സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പരിശോധനാ ഫലമെല്ലാം വരേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്ക് തുറന്നു നൽകാൻ, മൊബൈൽ ഫോണിൻ്റെ ലോക്ക് തുറന്നു നൽകാൻ പി കെ ബുജേറിനോട് ആവശ്യപ്പെട്ടത്. ഇത് അദ്ദേഹം കൂട്ടാക്കിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ ഫോൺ നിലവിൽ ഫോറൻസിക്സ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൻ്റെ എല്ലാം റിസൾട്ട് വരുന്ന മുറയ്ക്കായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കുക. എന്തായാലും പി കെ ബുജേറിൻ്റെ ജാമ്യ ഹർജിയിൽ കോടതി, കുന്ദമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. മനു.